വെൽക്കം ടു ഹോംവർക്ക് PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഘടനാക്രമം ഏത്? മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗം പട്ടണം ഉടമ്പടി. ആൻസർ സി ആണ്. ആദ്യം നടന്നത് ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. രണ്ടാമത്തെ നടന്നത് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം 1729. മൂന്നാമത് കുളച്ചൽ യുദ്ധം 1741. നാലാമത് ശ്രീരംഗം പട്ടണം ഉടമ്പടി 1792. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ വർഷം 1721. മാർത്താണ്ഡവർമ്മ രാജാവായ കൊല്ലം 1729. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. ശ്രീരംഗം പട്ടണം ഉടമ്പടി 1792. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് 1ഉം 4ഉം ആണ്. ആൻസർ എ ആണ്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദ സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. അരിയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ. യോഗക്ഷേമ സഭയുടെ ഒരു നേതാവായിരുന്നു VT ഭട്ടതിരിപ്പാട്. അപ്പോൾ യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? ആൻസർ ബി ആണ്. 2ഉം 4ഉം ആണ് ശരിയായത്. അപ്പോൾ നമുക്ക് ആദ്യത്തത്, കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. അത് തെറ്റാണ്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനാണ്. കാൺപൂരിലാണ് നാനാ സാഹിബ് നേതൃത്വം നൽകിയത്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധ് വിശേഷിക്കപ്പെട്ടോ. ഇങ്ങനെ പറഞ്ഞത് ഡൽഹൌസി പ്രഭുവാണ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധ് വിശേഷിക്കപ്പെട്ടു ഇങ്ങനെ പറഞ്ഞത് ഡൽഹൌസി പ്രഭുവാണ്. അപ്പോൾ അത് ശരിയാണ്. മൂന്നാമത്തത്, തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. അത് തെറ്റാണ്. 1859 തോമസ് ജോൺസ് ബാർക്കറിൻ്റെ ചിത്രം എന്ന് പറയുന്നത് റിലീഫ് ഓഫ് ലക്നൗ ആണ്. അപ്പോൾ 1859 റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ച ആളാണ് തോമസ് ജോൺ ബാർക്കർ. അങ്ങനെയാണെങ്കിൽ ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് സർ ജോസഫ് നോയൽ പാട്ടോൺ ആണ് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്. അത് 1858 റിലീഫ് ഓഫ് ലക്നൗ 1809. സർ തോമസ് ജോൺസ് ബാർക്കർ. 1887 മെയ് 10 മീററ്റിൽ കലാപം ആരംഭിച്ചു. അതും ശരിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. അത് തെറ്റാണ്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് 1920-22 കാലഘട്ടത്തിൽ തുടർന്ന നിസ്സഹരണ പ്രസ്ഥാനമാണ് ഗാന്ധിജി നിർത്തലാക്കുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്താ? 1930 ഉപ്പുകുറുക്കലുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പോൾ നിസ്സഹരണ പ്രസ്ഥാനം 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിർത്തലാക്കുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1928 INC പ്രസിഡന്റ് ആരായിരുന്നു എന്നറിയോ? 1928 ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫാദർ മോത്തിലാൽ നെഹ്റു ആയിരുന്നു. 1928 കൊൽക്കത്തയിൽ മോത്തിലാൽ നെഹ്റുവും 1929 ലാഹോറിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ അടുത്തടുത്ത 2 വർഷത്തിലായിട്ട് അച്ഛനും മകനും പ്രസിഡന്റ് ആവുന്നത് ആ 28-29 കാലഘട്ടത്തിലാണ്. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചു. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത്. അതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ്. ഇവിടെ ആൻസർ ഡി ആണ്. 1ഉം 3ഉം ആണ് ശരി. ലൈഫ് വീക്കിലി സാവോ താവോ ഫെന്നും എനിക്ക് ശേഷം പ്രളയം ലൂയി 15 ശരി. അപ്പോൾ ലൈഫ് വീക്കിലി എന്ന് പറയുന്നത് സാവോ താവോ ഫെന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലൈഫ് വീക്കിലി സാവോ താവോ ഫെൻ. ലോങ് മാർച്ച് എന്ന് പറയുന്നത് 1934-35 മാവോ സെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനയിൽ നടന്നതാണ് ലോങ് മാർച്ച്. കുമിതാം പാർട്ടിക്കെതിരെ മാവോ സെ തുങ്
ഇങ്ങിൻ്റെ നേതൃത്വത്തിൽ 1934-35 ചൈനയിൽ നടന്നതാണ് ലോങ് മാർച്ച്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. രാഷ്ട്രമുണ്ടായതിനു ശേഷം പ്രളയമുണ്ടായി. അപ്പോൾ 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞു, 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞു. 16 കാലത്താണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്. അപ്പോൾ 14, 15, 16. ലൂയി 14 ഞാനാണ് രാഷ്ട്രം, ലൂയി 15 എനിക്ക് ശേഷം പ്രളയം, ലൂയി 16 ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രഞ്ച് രാജാവ്. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ബുക്ക് എഴുതിയത് ആരാ? റൂസോയാണ്. റൂസോയുടെ ബുക്കാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 25ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? അതിൽ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 3ഉം 4ഉമാണ് 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത്. വിശിഷ്ടാതിഥികളായിട്ട് മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ റിപ്പബ്ലിക് ഡേക്കാണ് നമ്മൾ മറ്റു രാജ്യത്തലവന്മാരെ അതിഥികളായിട്ട് ക്ഷണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നത് റിപ്പബ്ലിക് ഡേ അല്ല, സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്. അപ്പോൾ വിശിഷ്ടാതിഥികളായിട്ട് മറ്റ് രാജ്യത്തലവന്മാരുണ്ടായിരുന്നില്ല. അതുപോലെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. നവഭാരതം എന്നായിരുന്നു 2025 സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രധാന പ്രമേയം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ 2 മാത്രമാണ് തെറ്റായത്. ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. അത് തെറ്റാണ്. ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണം എന്നത് തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ ഗ്രാവിറ്റി അനോമലിനെ ബാധിക്കുന്ന സംഭവം എന്ന് പറയുന്നത് വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഭൗമകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഭൂമിയുടെ ഉപരിതലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഗുരുത്വാകർഷണ ബലത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഗ്രാവിറ്റി അനോമലി. ഇത് വസ്തുക്കളുടെ പിണ്ഡത്തിനെയും ദൂരത്തിനെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ വസ്തുവിൻ്റെ പിണ്ഡത്തിനെയും ഭൗമകേന്ദ്രത്തിൽ നിന്നുള്ള അകലത്തിനെയാണ് ഗ്രാവിറ്റി അനോമലി ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ പോൾ എടുക്കുകയാണെങ്കിൽ അവിടെ വെയിറ്റ് കൂടുതലും, എന്നാൽ ഇക്വേറ്റർ എടുക്കുമ്പോൾ അവിടെ വെയിറ്റ് കുറവുമായിരിക്കും. 8ാമത്തെ, ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ്? ആൻസർ പാങ്കോങ്സോ തടാകമാണ്. പാങ്കോങ്സോ തടാകം. വൂളാർ തടാകം കാശ്മീരിലും ദാൽ തടാകം ശ്രീനഗറിലുമാണുള്ളത്. വൂളാർ തടാകം കാശ്മീറും ദാല് ശ്രീനഗറും. അപ്പോൾ വൂളാറും ദാലെല്ലാം ജമ്മു കാശ്മീരിലായിട്ടുള്ള തടാകങ്ങളാണ്. ഇനി രാഗാസ് തടാകം എന്ന് പറയുന്നത് ടിബറ്റിലുള്ള തടാകമാണ്. ടിബറ്റ് രാഗാസ് തടാകം. അപ്പോൾ വൂളാറും ദാലും ശുദ്ധജല തടാകങ്ങളാണ്. പാങ്കോങ്സോ തടാകം എന്ന് പറയുന്നതാണ് ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. ഇത് ലവണജല തടാകമാണ്, അതായത് ഉപ്പ് രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ പാങ്കോങ്സോ തടാകമാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിൽ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം? ആൻസർ ബി ആണ്, ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം? ആൻസർ ബി, ഡെറാഡൂൺ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്ന കടൽ ചാനൽ 10 ഡിഗ്രി ചാനലാണ്. ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന 10 ഡിഗ്രി ചാനൽ. എന്നാൽ 11 ഡിഗ്രി ചാനൽ ലക്ഷദ്വീപ് സമൂഹത്തിലെ അമിനി ദ്വീപുകളെയും കണ്ണൂർ ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്നു. 11 ഡിഗ്രി ചാനൽ ലക്ഷദ്വീപിലെ അമിനി ദ്വീപിനെയും കണ്ണൂർ ദ്വീപിനെയും വേർതിരിക്കുന്നതാണ് 11 ഡിഗ്രി. അപ്പോൾ 11 ഡിഗ്രി വേർതിരിക്കുന്നത് ലക്ഷദ്വീപിലെ അമിനി ദ്വീപുകളെയും കണ്ണൂർ ദ്വീപുകളെയുമാണ്. 9 ലക്ഷദ്വീപിൻ്റെ പ്രധാന ഭാഗത്തെയും മിനിക്കോയ് ദ്വീപിനെയും വേർതിരിക്കുന്നു. 8 മിനിക്കോയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നു. 8 മിനിക്കോയ് ദ്വീപിനെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആളുകൾ കൂടുതലായിട്ട് ഇപ്പോൾ മാലിദ്വീപിൽ ട്രിപ്പ് പോകുന്നില്ലേ? അപ്പോൾ ട്രിപ്പ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം 8 എഴുതിയിട്ട് ലൈസൻസ് കിട്ടണം അല്ലേ, ബുള്ളറ്റിന്. അപ്പോൾ മാലിയാണെങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് മാലിദ്വീപിനെ മിനിക്കോയ് ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് 8 ഡിഗ്രി മാലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസിൽ 8 വരക്കുന്നത് ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകണമെങ്കിൽ നമ്മൾക്ക് ആദ്യം എന്ത് കിട്ടണം? വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടണം, 8 കിട്ടണം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ 10 ഡിഗ്രി. 11 ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. അതിൽ 2 മാത്രമാണ് ശരി. ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പരലീകരണം സംഭവിക്കുന്നു. ഓക്കെ.
ഇവിടെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രാദേശിക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സമ്പർക്ക കായാന്തരീകരണത്തിൽ ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. ഇവിടെ 1 3 പ്രാദേശിക കായാന്തരീകരണത്തിൻ്റെ കാരണമാണ് 3 പറഞ്ഞിട്ടുള്ളത്. സമ്പർക്ക കായാന്തരീകരണത്തിൻ്റെ കാരണമാണ് 1 പറഞ്ഞത്. അതായത് പ്രാദേശിക കായാന്തരീകരണം എന്ന് വെച്ചാൽ ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. എന്നാൽ സമ്പർക്ക കായാന്തരീകരണം എന്ന് വെച്ചാൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. ബലതന്ത്ര കായാന്തരീകരണം എന്താ? ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു. അപ്പോൾ പ്രാദേശിക കായാന്തരണം ടെക്ടോണിക് ചലനങ്ങൾ കാരണവും സമ്പർക്ക കായാന്തരീകരണം മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് സംഭവിക്കുന്നതും ബലതന്ത്ര കായാന്തരീകരണം എന്ന് വെച്ചാൽ ശിലകൾ എന്താ പറയുക മെക്കാനിക്കൽ ഫോഴ്സ് കാരണം എല്ലാം പൊടിഞ്ഞിട്ട് പുനഃപരലീകരണം സംഭവിക്കുന്നതാണ്. 12 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ആൻസർ ഡി ആണ്, സോമാലിയ. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാജ്യം ആൻസർ ഡി, സോമാലിയ. 13 ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? ആൻസർ 1 3 അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ദരിദ്ര കർഷകർ ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി. 13ാമത്തെ ക്വസ്റ്റ്യൻ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ശരിയായത് ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. അതായത് ഹരിത വിപ്ലവം നമുക്ക് എന്തുണ്ടാക്കി? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉണ്ടാക്കി രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുകയും ചെയ്തത് ഹരിത വിപ്ലവത്തിലാണ്. എന്നാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. കാരണം ഹരിത വിപ്ലവത്തിൽ ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം കൂടുതലാക്കുകയാണ് ചെയ്തത്. കാരണം ഹരിത വിപ്ലവത്തിൻ്റെ ഫെസിലിറ്റിയായ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം, രാസവളം, കീടനാശിനിയും ഇതൊക്കെ കർഷകർക്ക് വാങ്ങണമെങ്കിൽ അത്യാവശ്യം പൈസ കയ്യിൽ വേണം. അപ്പോൾ ധനിക കർഷകർക്കാണ് ഇതെല്ലാം പെട്ടെന്ന് അപ്രോച്ച് ആയത്. ദരിദ്ര കർഷകർ അവരെ പഴയ രീതി തന്നെയാണ് ഫോളോ ചെയ്തത്. അവർക്ക് ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തും കീടനാശിനിയും രാസവളവും ഒക്കെ വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ധനിക കർഷകർ കൂടുതൽ ധനികരായി. അപ്പോൾ ദരിദ്ര കർഷകരും അവരും തമ്മിലുള്ള അന്തരം എന്തായി? കൂടുതലായി വർദ്ധിച്ചു. ഇത് ഹരിത വിപ്ലവത്തിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ബാക്കി രണ്ടും ഹരിത വിപ്ലവത്തിന് നമുക്ക് കിട്ടിയ ഗുണങ്ങളാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനവും രാസവളവും കീടനാശിനിയും. 14 പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? അതിൽ ആൻസർ എ ആണ്, 2 മാത്രം. അപ്പോൾ LPG എന്ന് വെച്ചതാണ് നമ്മൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം 1991 വന്നത്. PV നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് വന്നതാണ്. അതിന് നമുക്ക് LPG എന്ന് പറയാം. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇത്രയും കൊണ്ടുവന്നതാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം. എന്നാൽ വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ ആൻസർ 2 മാത്രമാണ് ശരി. 15 ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ആൻസർ സി ആണ്, 3 മാത്രം. അതായത് 1947 ഇന്ത്യയിൽ പ്ലാനിങ് ആരംഭിച്ചത് തെറ്റാണ്. 1950-51 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചതും ആസൂത്രണം തുടങ്ങിയതും. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹൽനോബിസാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി PC മഹൽനോബിസും ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് വിശ്വേശ്വരയ്യയാണ്. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് വിശ്വേശ്വരയ്യയും ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി മഹൽനോബിസുമാണ്. സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. 1950 ഇന്ത്യയിൽ പ്ലാനിങ്ങും ആസൂത്രണ കമ്മീഷനും ഒക്കെ തുടങ്ങുന്നത്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹൽനോബിസ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി എവിടെ നിന്നും കടമെടുത്തതാണ്? സോവിയറ്റ് മാതൃക. 16 താഴെ പറയുന്നതിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇവയെല്ലാം വരും. സാമ്പത്തിക വളർച്ച വരും, സ്വാശ്രയത്വം വരും, നീതി വരും, നവീകരണം വരും. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം. 17 കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? അതിൽ ആൻസർ 3 ബി ആണ്, 3 മാത്രം കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മത്തിൽ പെടുന്നില്ല. അതായത് നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നത് കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മമല്ല. അതായത് നമ്മുടെ ഗവൺമെൻറ് 2 പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്, ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും. ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ ധനനയം നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരും. മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ പണനയം നടപ്പിലാക്കുന്നത് റിസർവ് ബാങ്കുമാണ്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി അല്ലെ ധനനയത്തിലാണ് നികുതിയും ചെലവും നിശ്ചയിക്കുന്നതും വാർഷിക ബജറ്റൊക്കെ ഉൾപ്പെടുന്നത് ധനനയത്തിലാണ്. അപ്പോൾ ധനനയം അല്ലെ ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൽ
നികുതിയും ചെലവും വാർഷിക ബജറ്റും വരുന്നു. മോണിറ്ററി പോളിസി അല്ലെ പണനയം നടപ്പിലാക്കുന്നത് RBI ആണ്. അതായത് എന്തൊക്കെ ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ, അങ്ങനെയുള്ള പല നിരക്കുകളും നിശ്ചയിക്കുന്നത് റിസർവ് ബാങ്കാണ്. അതായത് പണലഭ്യതയും പലിശ നിരക്കും നിശ്ചയിക്കുന്നതും. അതുപോലെ ഇതിൻ്റെ അവലോകനം മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ബൈ മന്ത്ലി ആയിരിക്കും. എന്നാൽ ഫിസിക്കൽ പോളിസിയിൽ വർഷത്തിലൊരിക്കലായിരിക്കും ബജറ്റൊക്കെ ഇതാക്കുക. ഫിസിക്കൽ പോളിസി കേന്ദ്ര സർക്കാരിൻ്റെയാണ്, അത് വർഷത്തിൽ ഒരിക്കലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കേന്ദ്ര ബാങ്ക് എന്ന് വെച്ചാൽ റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് എന്താ ചെയ്യുന്നത്? മോണിറ്ററി പോളിസി മാത്രമാണ് ചെയ്യുന്നത്. അതിലെന്താ ഉള്ള റിപ്പോ റേറ്റ്, അങ്ങനെ റേറ്റുകൾ നിശ്ചയിക്കലും ഇതൊക്കെയാണ്. റേറ്റ് നിശ്ചയിക്കുക, കറൻസി അച്ചടിക്കുക, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക, ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് RBI. എന്നാൽ നികുതി നിശ്ചയിക്കലൊക്കെ, ചെലവ് നിശ്ചയിക്കലും നികുതി നിശ്ചയിക്കലും വാർഷിക ബജറ്റൊക്കെ ഫിസിക്കൽ പോളിസിയിൽ വരുന്നു. അത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു. 18 നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ആൻസർ 1ഉം 2ഉമാണ്. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവനാണ്. സ്ഥാപിതമായത് 2015 ജനുവരി 1. അപ്പോൾ ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്, നരേന്ദ്രമോദി. അതായത് നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇപ്പോൾ നരേന്ദ്രമോദിയാണ്. എന്നാൽ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബേരിയും CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യവുമാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ തലപ്പത്തുള്ളത് ചെയർമാനായിട്ട് നരേന്ദ്രമോദിയും വൈസ് ചെയർമാനായിട്ട് സുമൻ ബേരിയും CEO ആയിട്ട് BVR സുബ്രഹ്മണ്യവും. 19ാമത്തെ ക്വസ്റ്റ്യൻ, കേവല ഭൂരിപക്ഷ സമ്പ്രദായം സിമ്പിൾ മെജോറിറ്റി എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? സിമ്പിൾ മെജോറിറ്റിയും നമുക്ക് 2 തരത്തിലുള്ള ഇതാണുള്ളത്. സിമ്പിൾ മെജോറിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമുണ്ട്, പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷനും ഉണ്ട്. സിമ്പിൾ മെജോറിറ്റി എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്കാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ മെജോറിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിലെ ഇലക്ഷൻ, അതായത് ഇപ്പം മൊത്തം 60 കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ ഒരാൾക്ക് 30 വോട്ടും കിട്ടി, ഒരാൾക്ക് 29 വോട്ടും കിട്ടി. അപ്പോൾ ഇവിടെ വിന്നർ എന്ന് പറയുന്നത് 30 കിട്ടിയ ആൾ മാത്രമല്ലേ. 29 കിട്ടിയ കുട്ടിക്ക് കിട്ടിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. അപ്പോൾ 30 കിട്ടിയ കുട്ടിയാണ് ഇതിൽ വിന്നർ, മറ്റേ വോട്ടിന് അവർക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയായിരിക്കും ഇവിടെ വിന്നറാവുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ലഭിക്കുന്ന വോട്ട് ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് മൊത്തം 60, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ 51 വോട്ടുകളാണ് ഒരാൾക്ക് കിട്ടുന്നത്, 49 വോട്ടാണ് മറ്റേയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ 51% വോട്ട് കൊണ്ട് മാത്രം, അതായത് പകുതിയും ഇച്ചിരി കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൊണ്ട് മാത്രമാണ് ഒരാൾ വിന്നറാവുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയ ശതമാനത്തിനേക്കാളും കൂടുതൽ സീറ്റ് മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഇലക്ഷൻ നടക്കുമ്പോൾ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലഭിക്കുന്ന വോട്ട് ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് ഇവർക്ക് കിട്ടും. അങ്ങനെയാണ്, അതാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഇലക്ഷനിൽ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഇലക്ഷൻ എടുക്കുമ്പോൾ ഒരു പാർട്ടിക്ക് 51% വോട്ടും കിട്ടി, മറ്റൊരു പാർട്ടിക്ക് 49% വോട്ടും കിട്ടി. അപ്പോൾ സിമ്പിൾ മെജോറിറ്റി ആണെങ്കിൽ ഈ 51% കിട്ടിയ ആൾ വിന്നറാവും, 49-ന് ഒരു കാര്യമില്ല, അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്ന് വെച്ചാൽ ഈ 51% കിട്ടിയ വോട്ടും 49% കിട്ടിയ വോട്ടിനും കണക്കായിട്ട് അവർക്ക് സീറ്റ് കിട്ടും. അതായത് അവർക്ക് എത്ര പെർസെൻറ്റേജ് വോട്ട് കിട്ടി അതിനനുസരിച്ചിട്ട് അവർക്ക് അവരുടെ പ്രാതിനിധ്യം കിട്ടും. അങ്ങനെയാണ് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം. അപ്പോൾ ലഭിക്കുന്ന വോട്ട് ശതമാനത്തിന് കൃത്യമായി ആനുപാതികമായിട്ട് സീറ്റുകൾ ലഭിക്കും. അതായത് 51% സീറ്റ് അവർക്കും കിട്ടും, 49% ഇവർക്കും കിട്ടും. അതേസമയം നമ്മളെ സിമ്പിൾ മെജോറിറ്റി ആണെങ്കിൽ ഈ ഫസ്റ്റ് വിന്നറായ ആൾക്ക് മാത്രമാണ് കംപ്ലീറ്റ് സീറ്റ് കിട്ടും. അതായത് ലഭിക്കുന്ന വോട്ട് ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം സിമ്പിൾ മെജോറിറ്റി എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? അപ്പോൾ സിമ്പിൾ മെജോറിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലാസ്സിൽ 100 കുട്ടികളുണ്ടെങ്കിൽ 51% വോട്ട് കിട്ടിയ ആൾ വിന്നറായി. അപ്പം മൊത്തം 100%ൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അയാൾ വരും.
അപ്പോൾ ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. അത് ശരിയാണ്. കാരണം അവർ ജസ്റ്റ് ചെറിയ പെർസെൻറ്റേജിന് വിന്നറായാൽ കൂടി അവരെ ടോട്ടൽ എടുക്കുമ്പോൾ കൂടുതൽ പേര് ജയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം അവർക്ക് കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജിനേക്കാളും കൂടുതലായിരിക്കും. വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. അത് തെറ്റാണ്. ഇവിടെ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം സിമ്പിൾ മെജോറിറ്റിയിൽ ആദ്യത്തത് വരും. രണ്ടാമത്തത് ഓരോ വ്യക്തികൾക്കാണ്, സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ വരില്ല. രണ്ടാമത്തത് വരുന്നത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലാണ്. മൂന്നാമത്തത് വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. അതും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലാണ്. അതായത് എത്ര വോട്ട് കിട്ടുന്നോ അത്രയും പെർസെൻറ്റേജ് സീറ്റ് കിട്ടും. പക്ഷേ ഇവിടെ അവർ വിന്നറായാലും മാത്രമേ, ഫസ്റ്റ് എത്തിയാൽ മാത്രമേ അവർക്ക് സീറ്റ് കിട്ടൂ സിമ്പിൾ മെജോറിറ്റിയിൽ. അപ്പോൾ വോട്ടിംഗ് ശതമാനം ഇവിടെ നമ്മൾ കണക്കാക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് സിമ്പിൾ മെജോറിറ്റിയിൽ വരുന്നത്. 2, 3 എന്ന് പറയുന്നത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലാണ്. അപ്പോൾ നമ്മുടെ കൂടുതൽ എലക്ഷൻസൊക്കെ ഇന്ത്യയിൽ കൂടുതലായിട്ട് സിമ്പിൾ മെജോറിറ്റിയാണ് എലക്ഷൻ നടക്കുന്നത്. അതായത് ലോക്സഭ, നിയമസഭ, ഇതിലൊക്കെ സിമ്പിൾ മെജോറിറ്റിയാണ്. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്ന് പറയുന്നത് പ്രസിഡന്റ് ഇലക്ഷനിലൊക്കെയാണ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് കുറച്ചും കൂടി എന്താ പറയുക, സിമ്പിൾ മെജോറിറ്റി സിമ്പിളായിട്ടാണ് കണക്കാക്കാൻ പറ്റുക. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം കുറച്ചുകൂടി സങ്കീർണമായിട്ടാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 20 മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ആൻസർ ഡി ആണ്. ഇവയൊന്നും മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നില്ല. ജോലി ചെയ്യാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം, സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം. 21 അവിശ്വാസ പ്രമേയം, നോൺ കോൺഫിഡൻസ് മോഷനുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ 1ഉം 3ഉം ശരിയല്ല. അതായത് അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നവരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. തെറ്റാണ്. അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ ആ മന്ത്രിസഭ ഉടൻ രാജിവെക്കണം. അപ്പോൾ മറ്റൊരു മന്ത്രിസഭ വരുന്നവരെ അവർക്ക് തുടരാനൊന്നും പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ ശരിയാണ്. അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. അങ്ങനെ ഒരു കാലയളവ് ഒന്നും തന്നെ പറയുന്നൊന്നുമില്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായത് ഏതൊക്കെ? ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ്. അപ്പോൾ മൗലികാവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്താണ്? ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. ശരിയല്ലേ? അതായത് ഇപ്പോൾ നമ്മുടെ ഭരണകൂടം എന്ത് നിയമം പാസ്സാക്കുമ്പോഴും അവർക്ക് എന്തും കൂടി കൺസിഡർ ചെയ്യണം, ജനങ്ങളുടെ മൗലികാവകാശങ്ങളും കൂടി കൺസിഡർ ചെയ്യണം അല്ലേ? അപ്പോൾ അത് എന്ത് ചെയ്യും? അപ്പോൾ അവർ ഉണ്ടാക്കുന്ന നിയമം ഇതിനെ മോശമായിട്ട് ബാധിക്കുകയാണെങ്കിൽ അവർക്ക് ആ നിയമം പാസ്സാക്കാൻ പറ്റില്ല. അതായത് അവരുടെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോവാം. അപ്പോൾ നമുക്ക് കോടതി മുഖേന എന്ത് കിട്ടുന്നുണ്ട്? ഫണ്ടമെൻ്റൽ റൈറ്റ് സ്ഥാപിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ശരിയാണ്. മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശങ്ങളാണ്. ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശങ്ങളാണ്. ശരിയാണ്. മൗലികാവകാശങ്ങളിൽ ഇപ്പോൾ നിയമസമത്വം ആർട്ടിക്കിൾ 14 ഇന്ത്യക്കാർക്കും വിദേശികൾക്കൊക്കെ ലഭ്യമാണ്. എന്നാൽ ചില അവകാശങ്ങൾ ഇന്ത്യക്കാർക്ക് മാത്രമേ ലഭ്യമാകൂ. അതാണ് 15, 16, 19, 29, 30. 15, 16, 19, 29, 30 എന്താണ്? വിദേശികൾക്ക് ലഭിക്കാത്ത മൗലിക അവകാശങ്ങളാണ്. 23 സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? അപ്പോൾ സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടണമെങ്കിൽ അവിടെ ഒരു സ്റ്റേറ്റ് എമർജൻസി ഉണ്ടാവണം. അപ്പോൾ ആർട്ടിക്കിൾ 356 ആൻസർ ചെയ്യാണ്. 352 എന്താ? നാഷണൽ എമർജൻസിയും. 356 സ്റ്റേറ്റ് എമർജൻസി അല്ലെ രാഷ്ട്രപതി ഭരണവും. 360 ഫിനാൻഷ്യൽ എമർജൻസിയാണ്. 324 ഇലക്ഷൻ കമ്മീഷൻ. 24 സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ബി ആണ്. 300A. ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമായിരുന്നു. എന്നാൽ 44ാം ഭേദഗതി 1978 മൊറാർജി ദേശായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ സ്വത്തവകാശം എന്താക്കി? ഒരു നിയമാവകാശമാക്കിയിട്ട് ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തി. ഇതിപ്പോൾ ഭരണഘടനയുടെ ഈ 300A ഏത് ഭാഗത്താണുള്ളത്? 12ാം ഭാഗത്ത്. അപ്പോൾ സ്വത്തവകാശം നിയമാവകാശമാക്കിയിട്ട് ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? 12ാം ഭാഗത്ത്. ഭരണഘടനയുടെ 12ാം ഭാഗത്താണ് സ്വത്തവകാശം ഒരു നിയമാവകാശമായിട്ട് നിലകൊള്ളുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്
ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ സി ആണ്. ഭരണഘടനയിൽ 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉള്ളത്. ഭാഗം 3 ഫണ്ടമെൻ്റൽ റൈറ്റും ഭാഗം 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ല നിർദ്ദേശക തത്വവും ഭാഗം 4. എന്നാൽ ഭാഗം 4A മൗലിക കടമകളും 3A എന്ന് പറയുന്ന ഓപ്ഷൻ 3A എന്ന് പറയുന്ന ഒരു ഭാഗം ഭരണഘടനയിൽ ഇല്ല. 26 താഴെ പറയുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? ആൻസർ ഡി ആണ്. ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നു. ആദ്യത്തെ കൃഷി നോക്കുക. കൃഷി എന്ന് പറയുന്നത് സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെട്ട വിഷയമാണ്. കൃഷി എന്താ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. പൊതുജന ആരോഗ്യം എന്നതും സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ കൃഷിയും പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. വ്യാപാരവും വാണിജ്യവും ഇത് സംസ്ഥാനത്തിനുള്ളിലാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലും എന്നാൽ സംസ്ഥാനങ്ങൾ തമ്മിലാണെങ്കിൽ കേന്ദ്ര ലിസ്റ്റിലുമാണ് ഉള്ളത്. അപ്പോൾ ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റാണ്. വ്യാപാരവും വാണിജ്യവും സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലും സ്റ്റേറ്റുകൾ തമ്മിലാണെങ്കിൽ സെൻട്രൽ ലിസ്റ്റിലും ആയിരിക്കും. പൊതുജനാരോഗ്യവും കൃഷിയും സ്റ്റേറ്റ് ലിസ്റ്റാണ്. 27 അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഏത്? അമേരിക്കൻ റിപ്പബ്ലിക് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ആനയാണ്. എന്നാൽ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കഴുതയാണ്. അപ്പോൾ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം ആനയും എന്നാൽ അമേരിക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പാർട്ടിയുടെ ചിഹ്നം കഴുതയുമാണ്. 28 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതിയാണ് പ്രത്യുത്ഥാനം പദ്ധതി. അപ്പോൾ പ്രത്യുത്ഥാനം പദ്ധതി എന്താ? 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികവുമായി വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകാനായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി. ആശ്വാസ കിരണം എന്താ? കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസ കിരണം. സഹജീവനം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സാമൂഹ്യനീതി നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ്. അതുപോലെ മിത്ര 181 മിത്ര കേരളത്തിലെ സ്ത്രീകൾക്ക് ആവശ്യമായ അടിയന്തര സഹായവും വിവരവും ലഭ്യമാക്കാൻ 24 മണിക്കൂറുള്ള ഹെൽപ്പ് ലൈൻ സേവനമാണ് മിത്ര 181. 29 സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ സി ആണ്, വയോജനം. അപ്പോൾ മന്ദഹാസം പദ്ധതി പല്ലുകൾ നഷ്ടപ്പെട്ട ദരിദ്രരായ വയോജനങ്ങൾക്ക് അതായത് BPLകാർക്ക് കൃത്രിമ പല്ലുകൾ സൗജന്യമായി വെച്ചു നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. സല്ലാപം വയോജനങ്ങൾക്ക് ഒത്തുചേരാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അതായത് സല്ലപിക്കാനും പകൽ വീടുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെൻറ്റർ വഴി നടപ്പിലാക്കുന്ന വിനോദ സാമൂഹിക ഇടപെടൽ പദ്ധതിയാണ് സല്ലാപം. അപ്പോൾ ഇത് രണ്ടും ആയിരിക്കുള്ളതാണ് വയോജനങ്ങൾക്ക്. 30 15 മുതൽ 35 വയസ്സ് വരെ യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആൻസർ ബി, കേരളീയ. അപ്പോൾ 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് 15 തൊട്ട് 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി കേരളീയം. 31 മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ എ, സ്നേഹാരാമം പദ്ധതി. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. സ്നേഹാരാമം മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഇത് നടപ്പിലാക്കുന്നു. അതായത് എന്ത് ചെയ്യുക, മനോഹരമായ പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിക്കാനാണ് സ്നേഹാരാമത്തിലൂടെ പറയുന്നത്. അതായത് മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ആര് വഴിയാണ് നടപ്പിലാക്കുന്നത് സ്നേഹാരാമം പദ്ധതി? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി. സമാശ്വാസം പദ്ധതി ഇത് കിഡ്നി രോഗി, ഹീമോഫീലിയ ബാധിതർ തുടങ്ങിയവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ തുടർ വിദ്യാഭ്യാസത്തിനും ഉള്ള പദ്ധതിയാണ് സമന്വയ പദ്ധതി. അപ്പോൾ സ്നേഹാരാമം പദ്ധതി മാലിന്യമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തദ്ദേശ സർക്കാർ വഴി നടപ്പിലാക്കുന്ന പദ്ധതി. നവജീവൻ പദ്ധതി എന്ന് പറയുന്നത് സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നത് കിഡ്നി രോഗികൾക്കും ഹീമോഫീലിയ ബാധിതർക്കും ധനസഹായം നൽകുന്ന പദ്ധതി. സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ തുടർ വിദ്യാഭ്യാസ പദ്ധതി. 32 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിക്കപ്പെടുന്നത്? അത് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡ്രോട്രോപ്പിനാണ്. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡ്രോട്രോപ്പിൻ. ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകളിൽ പ്രധാന ലൈംഗിക ഹോർമോണാണ്. പക്ഷേ ഇത് ഗർഭകാലത്തും ഉണ്ടാവും അല്ലാത്ത സമയത്തും ഉണ്ടാവും. അതാണ് ഈസ്ട്രജൻ ഹോർമോൺ.
ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകളിലെ പ്രധാന ലൈംഗിക ഹോർമോൺ. ഗർഭകാലത്ത് ഇതിൻ്റെ അളവ് കൂടുമെങ്കിലും സാധാരണാവസ്ഥയിലും ഇത് ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ അതായത് HCG ഇത് ഗർഭധാരണത്തിന് ശേഷം മറുപിള്ള ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് HCG എന്താ? ഗർഭധാരണത്തിന് ശേഷം മറുപിള്ള ഉൽപ്പാദിപ്പിക്കുന്നു. ഈസ്ട്രജൻ ആണെങ്കിലോ ലൈംഗിക ഹോർമോണാണ്. ഗർഭകാലയളവിൽ കൂടുമെങ്കിലും സാധാരണയും ഇത് ഉണ്ടാവും. പ്രൊജസ്റ്റിറോണോ ആർത്തവ ചക്രത്തിൻ്റെ ഭാഗമായി ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഹോർമോണാണ്. ഗർഭാവസ്ഥ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ, ജലദോഷത്തിന് കാരണമായ രോഗകാരി റൈനോ വൈറസ്. ജലദോഷത്തിന് കാരണമായ വൈറസ് അല്ലെ രോഗകാരി റൈനോ വൈറസ്. 34 യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന സന്ധിവീക്കമാണ് ഗൗട്ട്. അതൊരു തരം ആർത്രൈറ്റിസ് തന്നെയാണ്. പക്ഷേ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന ആർത്രൈറ്റിസ് ആണ് ഗൗട്ട്. ഇനി ടെറ്റനി എന്താ? ടെറ്റനി കാൽസ്യത്തിൻ്റെ കുറവ് കാരണമല്ലേ ടെറ്റനി ഉണ്ടാകുന്നത്. 35 മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? അത് ഫീമെയിൽ അനോഫിലസ് പെൺ കൊതുകുകളാണ് മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകൾ. അപ്പോൾ ഈഡിസ് കൊതുകുകൾ എന്തൊക്കെയാണ് പരത്തുന്നത്? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക വൈറസ് തുടങ്ങിയവയാണ് ഈഡിസ് കൊതുക് പരത്തുന്നത്. ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക, ചിക്കൻ ഗുനിയ. ക്യൂലെക്സ് പെൺകൊതുകുകളോ ഇവ മസ്തിഷ്ക ജ്വരം, മന്ദരോഗം എന്നിവ പരത്തുന്നു. ക്യൂലെക്സ് കൊതുകുകൾ മന്ദും മസ്തിഷ്ക ജ്വരവും ഉണ്ട്. ഈഡിസ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക വൈറസ്. അനോഫിലസ് കൊതുകുകൾ പെൺകൊതുകുകൾ, മലേറിയ. 36 കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ബി ആണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് അറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 37 ടോയ്ലറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലത്തിന് നമ്മൾ ബ്ലാക്ക് വാട്ടർ എന്ന് പറയും. ആൻസർ സി ആണ്, ബ്ലാക്ക് വാട്ടർ. അപ്പോൾ ബ്ലാക്ക് വാട്ടർ എന്ന് വെച്ചാൽ ഏറ്റവും മലിനമായതും മനുഷ്യ മാലിന്യം അടങ്ങിയതുമാണ്. എന്നാൽ ഗ്രേ വാട്ടറോ താരതമ്യേന കുറഞ്ഞ അഴുക്കുള്ള ജലമാണ്. കുളിമുറി അലക്കുന്നതിലൂടെയൊക്കെ വരുന്നത് ഗ്രേ വാട്ടർ അല്ലെ ചാര നിറത്തിലുള്ള വെള്ളമാണ്. ഇതിൽ മനുഷ്യ മാലിന്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ റെഡ് വാട്ടർ എന്താ? ഇത് സാധാരണയായി വ്യാവസായിക ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉള്ള മലിനജലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഗാർഹിക മലിനവുമായി ഇതിന് ബന്ധമില്ല. 38 താഴെ പറയുന്നതിൽ നീളത്തിൻ്റെ യൂണിറ്റുകൾ ഏതെല്ലാം? ആൻസർ ബി ആണ്, 1ഉം 3ഉം. പ്രകാശവർഷവും പാർസെക്കുമാണ് നീളത്തിൻ്റെ യൂണിറ്റുകൾ. പ്രകാശവർഷം എന്ന് വെച്ചാൽ പ്രകാശം ഒരു വർഷം സഞ്ചരിച്ച ദൂരത്തിനെയാണ് പ്രകാശവർഷം. പാർസെക്ക് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലമൊക്കെ കാണാനാണ് പാർസെക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ റേഡിയൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അളവാണ് റേഡിയൻ. ന്യൂട്ടൺ മീറ്ററോ? ഇപ്പം നമുക്ക് വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ വർക്ക്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ഡിസ്പ്ലേസ്മെൻ്റ് യൂണിറ്റ് മീറ്ററും. അതായത് എൻ എം എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്ററാണ്. അതിപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. അതൊരു വർക്ക് അല്ലെങ്കിൽ എനർജി അല്ലെ ടോർക്കിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശവർഷം പാർസെക്കും മാത്രമാണ് ഇവിടെ നീളത്തിൻ്റെ യൂണിറ്റുകൾ. റേഡിയൻ എന്ന് പറയുന്നത് ആംഗിളിൻ്റെ യൂണിറ്റാണ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് എന്താ പറയുക വർക്ക്, ടോർക്ക്, എനർജി ഇതിൻ്റെയൊക്കെ യൂണിറ്റാണ്. 39 ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത്. അതായത് ഇപ്പോൾ അയാൾ 45 ഡിഗ്രിയിൽ കോണളവിൽ പന്തടിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന അയാൾക്ക് ബോൾ പോകുന്ന ആംഗിളിൽ 45 ഡിഗ്രി വെർട്ടിക്കൽ ആംഗിളും കിട്ടും, ഹൊറിസോണ്ടൽ ആംഗിളും കിട്ടും. അപ്പം അയാളുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വലി ഹൊറിസോണ്ടലിലും വെർട്ടിക്കലിലും സ്പ്ലിറ്റ് ആവും. അതായത് 45 ഡിഗ്രി വെർട്ടിക്കലിലും കിട്ടും, 45 ഡിഗ്രി ഹൊറിസോണ്ടലിലും കിട്ടും. ഫോർ പ്രൊജക്ടൈൽ മോഷൻ അറ്റ് 45 ഡിഗ്രി സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു കോസ് 45 ഡിഗ്രി ഈക്വൽ ടു 1/√2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാളുടെ തീറ്റ എന്ന് പറയുന്നത് 45 ആയി. അതായത് ആ ആംഗിൾ ഈക്വലി സ്പ്ലിറ്റ് ആവും. എന്നിട്ട് ഹൊറിസോണ്ടലിൽ 45 ഡിഗ്രി കിട്ടും, വെർട്ടിക്കലിലും 45 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷൻ്റെ റേഞ്ച്, അതായത് മാക്സിമം എത്ര റേഞ്ച് വരെ ഈ പന്ത് പോവും. അതായത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് അയാൾക്ക് 6 കിട്ടണമെങ്കിൽ ഈ ബോൾ മാക്സിമം റേഞ്ചിലേക്ക് പോകണ്ടേ. അപ്പോൾ മാക്സിമം റേഞ്ചിലേക്ക് പോകണം.
അപ്പോൾ ഇവിടെ നമുക്കറിയാം തീറ്റ 45 ഡിഗ്രി, അയാൾ 45 ഡിഗ്രി കോണളവിലാണ് ബോൾ എറിയുന്നത്. അപ്പോൾ അയാളുടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താവും, സോറി ഇവിടെ സൈൻ 2 തീറ്റ എന്താവും, തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി. അപ്പോൾ സൈൻ 2 തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ 2 × 45, അതായത് സൈൻ 90 കിട്ടും. സൈൻ 90ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈൻ 90 = 1 ആണ്. അതായത് സൈനിന് ഏറ്റവും വലിയ വാല്യൂ കിട്ടുന്നത് സൈൻ 90 ആയിരിക്കുമ്പോഴാണ്. സൈനിൻ്റെ ഏറ്റവും വലിയ വാല്യൂ സൈന് 90 ഡിഗ്രിയിലായിരിക്കുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ വാല്യൂ, അതായത് =1. അല്ലെങ്കിൽ എല്ലാ വാല്യൂസും 1-നേക്കാളും കുറവായിരിക്കും. അപ്പോൾ 45 ഡിഗ്രി ആകുമ്പോൾ സൈൻ 2 തീറ്റ എന്താവും, സൈൻ 90 ആവും. അപ്പോൾ റേഞ്ച് എന്താവും, u²/g. ഇതായിരിക്കും റേഞ്ചിന് കിട്ടുന്ന മാക്സിമം വാല്യൂ. അതായത് 45 ഡിഗ്രിയിൽ ബോൾ എറിയുകയാണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അതായത് അയാൾക്ക് 6 അടിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ആൻസർ സി ആണ്. 45 ഡിഗ്രി കോണളവിൽ പന്തെറിയുമ്പോൾ പന്തിൻ്റെ ലംബവേഗവും വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായിരിക്കുമ്പോൾ എന്താവും, ആംഗിൾ എന്താവും, 90 ഡിഗ്രി സ്പ്ലിറ്റ് ആയിട്ട് 45 ഡിഗ്രിയും 45 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതായത് ലംബവേഗം എന്ന് പറയുന്നതും തിരശ്ചീന വേഗം എന്ന് പറയുന്നതും സൈൻ 45ഉം കോസ് 45ഉം ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും തുല്യമാകുമ്പോൾ തീറ്റ =45 ആയിരിക്കും. അപ്പോൾ തീറ്റ 45 ആകുമ്പോൾ 2 തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അത് സൈനിന് മാക്സിമം വാല്യൂ തരും. അങ്ങനെയാകുമ്പോൾ റേഞ്ചും മാക്സിമം കിട്ടും. അപ്പോൾ ആൻസർ സി ആണ്. 40. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏതു ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഡി ആണ്, കേശികത്വം. തിരിനനയിൽ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന കോട്ടൺ തിരികളിലൂടെ വെള്ളം മുകളിലേക്ക് ഉയർന്ന് ചെടിയുടെ ചുവട്ടിലെത്തുന്നു. തിരിയിലെ നൂലുകൾക്കിടയിലൂടെ ചെറിയ സുഷിരങ്ങൾ കേശിക കുഴലുകളായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വെള്ളം മുകളിലെത്തുന്നത്. അതായത് ഇവിടെ തിരിയിൽ വെള്ളം വെച്ച പാത്രത്തിൽ തിരി വെക്കും, എന്നിട്ട് ഈ തിരി എന്ത് ചെയ്യും, ചെടിയുടെ ചുവട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ തിരികളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം എന്ത് ചെയ്യും, ഗുരുത്വാകർഷണത്തിന്, അതായത് വെള്ളം താഴോട്ടേക്കല്ല മൂവ് ചെയ്യുന്നത്, ഗുരുത്വാകർഷണത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് മേലോട്ടേക്ക് വെള്ളം തിരികളിലെ ചെറു സുഷിരങ്ങളിലൂടെ മേലോട്ടേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ചെടിയുടെ ചുവട്ടിലേക്ക് വെള്ളം എത്തും. ഈ ഒരു പ്രോസസ്സാണ് കേശികത്വം. അപ്പോൾ ആൻസർ ഡി. 41. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹം എക്സ്പോസാറ്റ്. എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് എക്സ്പോസാറ്റ്. അത് എക്സ്റേ പോളിമെട്രി സാങ്കേതികവിദ്യ വഴി എക്സ്പോസാറ്റിനെ പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളിമെട്രി സാങ്കേതികവിദ്യ വഴി എക്സ്പോസാറ്റിനെ പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. ബഹിരാകാശത്തെ എക്സ്റേ സ്രോതസ്സുകളുടെ പോളറൈസേഷൻ പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ പ്രത്യേക ഉപഗ്രഹമാണിത്. 2024 ജനുവരി 1 PSLV C-58 ഇന്ത്യ വിക്ഷേപിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കുക എന്നതാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാന ദൗത്യം. 42. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യത്തിലാണ്? അപ്പോൾ ഐഡിയൽ ഗ്യാസ് എങ്ങനെയാവുക? ഒരു ഗ്യാസ് എങ്ങനെയായിരിക്കും? ഗ്യാസിൽ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷനും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആൻസർ ബി ആണ്, താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും. അതായത് മർദ്ദം, ഇപ്പോൾ താപം വളരെ അറ്റ് ഹൈ ടെമ്പറേച്ചർ മോളിക്യൂൾ ഹാവ് ഹൈ കൈനറ്റിക് എനർജി ആൻഡ് മൂവ് വെരി ഫാസ്റ്റ്. അപ്പോൾ ഓരോ മോളിക്യൂളിനും ഉയർന്ന താപനിലയാവുമ്പോൾ അവരുടെ ഗതികോർജ്ജം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് മൂവ് ചെയ്യും. This overcomes the attractive forces between the molecules which is requirement for ideal behavior. അതായത് ഐഡിയൽ ഗ്യാസസിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാവില്ല. അപ്പോൾ ഉയർന്ന താപനിലയിൽ നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് എന്താവും, ഇവർ ഭയങ്കര കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ മൂവ് ചെയ്യും. ഈ മൂവ്മെൻറ്റ് എന്ത് ചെയ്യും, ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സസ് കുറക്കും. ഇതൊരു ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ ഉണ്ടാക്കും. അപ്പോൾ ഉയർന്ന താപനില എങ്ങനെയാണ് ഒരു ഐഡിയൽ ആദർശ സ്വഭാവം കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഉയർന്ന താപനിലയിൽ കൈനറ്റിക് എനർജി കൂടുമ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. ഇനി താഴ്ന്ന മർദ്ദം, അറ്റ് ലോ പ്രഷർ ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ സ്പ്രെഡ് വെരി ഫാർ അപ്പാർട്ട്. അല്ലേ, നമ്മൾ
നല്ല പ്രഷർ കൊടുക്കുമ്പോഴല്ലേ മോളിക്യൂൾസ് എല്ലാം അടുത്ത് വരിക. അപ്പോൾ നമ്മൾ പ്രഷർ കുറക്കുകയാണെങ്കിൽ മോളിക്യൂൾസ് എല്ലാം അകന്നകന്ന് പോകും. അപ്പോൾ അറ്റ് ലോ പ്രഷർ ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ സ്പ്രെഡ് വെരി ഫാർ അപ്പാർട്ട്. ബിക്കോസ് ദേ ആർ സോ ഫാർ അപ്പാർട്ട് ദ വോളിയം ഓഫ് ദ ആക്ച്വൽ മോളിക്യൂൾ ബിക്കം നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ആൻഡ് ദ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ ബിക്കം ഓൾമോസ്റ്റ് സീറോ. അതായത് വളരെ താഴ്ന്ന പ്രഷർ ഉണ്ടാകുമ്പോൾ മോളിക്യൂൾസ് എല്ലാം അകന്നകന്ന് നിൽക്കും. അപ്പോൾ മൊത്തത്തിൽ ഒരു വോളിയം ഒരു കണ്ടെയ്നറിൽ മൊത്തം വോളിയം നോക്കുമ്പോൾ അതിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവുമായിരിക്കും. അതായത് ഇവർ തമ്മിൽ ഒരു അട്രാക്ഷണൽ ഫോഴ്സും ഉണ്ടാവില്ല. അപ്പോൾ ഐഡിയൽ ഗ്യാസസ് ആദർശ സ്വഭാവം കാണിക്കണമെങ്കിൽ എന്ത് വേണം? താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും വേണം. 43 ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? അപ്പോൾ ഒരു pH മൂല്യം കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് pH ഈക്വൽ ടു -log(10) H3O+. ഇവിടെ ഹൈഡ്രോണിയം അയോണിൻ്റെ ഗാഢത എത്രയാണെന്നാണ് ചോദിച്ചത്. അതായത് ടു ഫൈൻഡ് കോൺസെൻട്രേഷൻ ഓഫ് H3O+ വെൻ ദ pH ഈസ് നോൺ വി യൂസ് ദ ഇൻവേഴ്സ് ഫോർമുല. അതായത് ഇവിടെ നമുക്ക് pH അറിയാം. അപ്പോൾ നമ്മുടെ ഈ pH ഈക്വൽ ടു -log(10) H3O+നെ നമ്മൾ എന്ത് ചെയ്യും? pH അറിയുന്നത് കൊണ്ട് തന്നെ H3O+ൻ്റെ കോൺസെൻട്രേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ഇൻവേഴ്സ് ചെയ്യും. അപ്പോൾ H3O+ ഈക്വൽ ടു 10 pH. അപ്പോൾ 10 pH വിച്ച് ഈസ് ഈക്വൽ ടു 10 ആവും. അപ്പോൾ ഹൈഡ്രോണിയം അയോണിൻ്റെ ഗാഢത ഈക്വൽ ടു 1.0 × 10 - m. As the pH value decreases, the hydronium ion concentration increases. അതായത് pH വാല്യൂ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ കൂടി വരും. 44 താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് വർഗ്ഗങ്ങൾ ആയത് ഏതൊക്കെയാണ്? അതായത് സമ ഇലക്ട്രോണിക് വർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ എന്താ? സമ ഇലക്ട്രോണിക് വർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ ഐസോ ഇലക്ട്രിക് സ്പീഷീസ് ആർ ആറ്റംസ് ഓർ അയോൺസ് ദാറ്റ് ഹാവ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് സമ ഇലക്ട്രോണിക് വർഗ്ഗം എന്ന് വെച്ചാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് അവരെ സമ ഇലക്ട്രോണിക് വർഗ്ഗങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 2ഉം 3ഉം ആണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. 2ഉം 3ഉം. സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ 11 ആണ്. ഫ്ലൂറിൻ്റെ അറ്റോമിക നമ്പർ 9. അപ്പോൾ സോഡിയം പ്ലസ് എന്ന് വെച്ചാൽ സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? നമ്മൾ നെഗറ്റീവ് വിട്ട് കൊടുക്കുമ്പോഴല്ലേ നമുക്ക് പോസിറ്റീവ് ആവുക, അല്ലേ? അപ്പോൾ സോഡിയം പ്ലസ് എന്ന് വെച്ചാൽ ഒറ്റ പോസിറ്റീവേ ഉള്ളൂ. അതായത് ഒരു ഇലക്ട്രോൺ സോഡിയം വിട്ട് 11 ഇലക്ട്രോൺസ്. അറ്റോമിക നമ്പർ എന്ന് വെച്ചാൽ എന്താ? പ്രോട്ടോൺസിൻ്റെ നമ്പർ അല്ലേ? അപ്പോൾ ഒരു ആറ്റത്തിന് ശരിക്കും റിയലായിട്ട് പ്രോട്ടോൺസിൻ്റെ നമ്പറും ഇലക്ട്രോൺസിൻ്റെ നമ്പറും സെയിം ആയിരിക്കും. പ്രോട്ടോൺസിൻ്റെ ഇലക്ട്രോൺസിൻ്റെ നമ്പർ സെയിം ആയിരിക്കും. അപ്പോൾ സോഡിയത്തിന് 11 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺസും 11 ആയിരിക്കും. പക്ഷേ സോഡിയം പ്ലസ് എന്ന് പറയുമ്പം സോഡിയം എന്ത് ചെയ്ത് ഈ 11 ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോണ് വിട്ടുകൊടുത്തുകൊണ്ടാണ് സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടിയത്. അപ്പോൾ സോഡിയം പ്ലസ് എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 11 - 1 ഈക്വൽ ടു 10 ഇലക്ട്രോൺസ്. അപ്പോൾ സോഡിയം പ്ലസ് എന്ന് വെച്ചാൽ ലോസ്റ്റ് 1 ഇലക്ട്രോൺ, 11 - 1 10 ഇലക്ട്രോൺസ്. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. ഫ്ലൂറിൻ മൈനസാണ്. ഫ്ലൂറിൻ മൈനസ് എങ്ങനെയാവുന്നത്? ഫ്ലൂറിൻ എവിടുന്നോ നെഗറ്റീവ് പോയിട്ട് വാങ്ങിയിട്ടുണ്ട്. അതായത് ഓൾറെഡി ഫ്ലൂറിന് 9 ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ ഫ്ലൂറിന് 1 ഇലക്ട്രോണും കൂടി വാങ്ങി. അപ്പോൾ ഫ്ലൂറിൻ മൈനസിന് 10 ഇലക്ട്രോണായി. അപ്പോൾ സോഡിയം പ്ലസ് ആണെങ്കിൽ 11 - 1 10 ഇലക്ട്രോണും, ഫ്ലൂറിൻ മൈനസ് ആണെങ്കിൽ 9 + 1 10 ഇലക്ട്രോണും ആയി. അപ്പോൾ സോഡിയം പ്ലസിനും F- സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയി. അപ്പോൾ ഇവരെന്തായി? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആയി. ഇനി അടുത്ത ശരിയായിട്ടുള്ള ജോഡിയാണ് O2- Mg2+. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ അല്ലേ പ്രോട്ടോൺസിൻ്റെ എണ്ണം 8. അപ്പോൾ ഓക്സിജനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8. പക്ഷേ ഇവിടുത്തെ O2- എന്ന് പറയുമ്പം ഈ ഓക്സിജൻ എന്ത് ചെയ്ത് രണ്ട് ഇലക്ട്രോണിനെ എക്സ്ട്രാ വാങ്ങി. അതുകൊണ്ടാണ് 2 നെഗറ്റീവ് ആകുന്നത്. അപ്പോൾ 8 + 2 എന്തായി? 10 ഇലക്ട്രോൺസ് ആയി. O2- അടുക്ക് എത്ര ഇലക്ട്രോൺസ് ആയി? 10 ഇലക്ട്രോൺസ്. Mg2+ൻ്റെ അറ്റോമിക് നമ്പർ 12. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ പ്രോട്ടോൺ നമ്പർ 12, മഗ്നീഷ്യൻ്റെ ഇലക്ട്രോൺ നമ്പറും 12. പക്ഷേ Mg2+ എന്ന് പറയുമ്പോൾ എന്തായി? ഈ മഗ്നീഷ്യത്തിന് 2 പോസിറ്റീവ് കിട്ടണേ മഗ്നീഷ്യം എന്ത് ചെയ്യണം? മഗ്നീഷ്യത്തിൻ്റെ 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കണം, 2 നെഗറ്റീവ് പുറത്താക്കണം. അപ്പോൾ മഗ്നീഷ്യത്തിന് ഓൾറെഡി 12 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ മഗ്നീഷ്യത്തിന് 2 പോസിറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ മഗ്നീഷ്യം ഈ 12 ഇലക്ട്രോണിൽ നിന്നും 2 ആളെ വിട്ട് കളയണം.
അപ്പോൾ 12 - 2 Mg2+ലെ ഇലക്ട്രോണുകളുടെ എണ്ണം 12 - 2 10 ഇലക്ട്രോൺസ്. അപ്പോൾ O-2നും 10 ഇലക്ട്രോണ്, Mg2+നും 10 ഇലക്ട്രോണ്. അപ്പോൾ ഇതും എന്തായി, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസായി. ഇനി സോഡിയം പ്ലസും കെ പ്ലസും, സോഡിയം പ്ലസും കെ പ്ലസും രണ്ടാളും ഓരോ ഇലക്ട്രോണ് വാങ്ങുകയാണ് ചെയ്തത്. ഓരോ ഇലക്ട്രോൺ വിട്ടു കൊടുത്തിട്ട് ഓരോ പോസിറ്റീവ് ചാർജ് നേടി. അതായത് നെഗറ്റീവ് ഇട്ട് കൊടുത്തിട്ട് പോസിറ്റീവ് നേടി. ആര്? സോഡിയം പ്ലസും കെ പ്ലസും. അപ്പോൾ സോഡിയത്തിന് 11 അറ്റോമിക് നമ്പറെങ്കിൽ സോഡിയം പ്ലസിന് എന്താവും? ഫസ്റ്റത്തെ ഒന്നാമത്തെ ഓപ്ഷനാണേ പറയുന്നത്. സോഡിയം പ്ലസ് എന്ന് പറയുമ്പം സോഡിയം എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അതുകൊണ്ടാണ് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടിയത്. അപ്പോൾ 11 ഇലക്ട്രോണിൽ നിന്ന് 1 പോയി. അപ്പോൾ സോഡിയം പ്ലസ് എന്ന് വെച്ചാൽ 10 ഇലക്ട്രോൺസ് ആണ് സോഡിയം പ്ലസിൻ്റെ കയ്യിലുള്ളത്. ഇനി കെ പ്ലസ്, അതുപോലെ കെ പ്ലസും, കെക്ക് അറ്റോമിക് നമ്പർ 19 ആണ്. കെ പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, എന്നിട്ട് ഒരു പോസിറ്റീവ് ചാർജ് നേടി. അപ്പോൾ കെ പ്ലസിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 18. അപ്പോൾ സോഡിയം പ്ലസിന് 10ഉം കെ പ്ലസിന് 18. 10ഉം 18ഉം ഒരേ ഇലക്ട്രോൺസിൻ്റെ എണ്ണമല്ല. അപ്പോൾ ഇവർ ഒരു ജോഡിയല്ല. ഇനി അടുത്ത റോങ് ഓപ്ഷൻ Ca2+ഉം Al3+ഉം. കാൽസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20 ആണ്. അപ്പോൾ കാൽസ്യം ഇവിടുത്തെ കാൽസ്യം 2+ എന്ത് ചെയ്ത് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് ഇവർക്ക് 2 പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പോൾ ഇവിടെ മൊത്തം 20 ഇലക്ട്രോൺ ഉണ്ടേനും അതിൽ നിന്ന് 2 എണ്ണത്തിന് ഇവർ കൊടുത്ത്. അപ്പോൾ Ca2+ന് 18 ഇലക്ട്രോൺസ് ആയി. ഇനി അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ഇലക്ട്രോണിൽ നിന്ന് ഈ Al3+ എന്ത് ചെയ്ത് 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് 3 പോസിറ്റീവ് ചാർജ് ഇവർക്ക് കിട്ടി. അപ്പോൾ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഇവർക്ക് എന്ത് ചെയ്ത് ബാക്കി 13ൽ നിന്ന് 3 എണ്ണം പോയാൽ 10. അപ്പോൾ Ca2+ന് 18ഉം Al3+ന് 10ഉം ആണ്. അപ്പോൾ 18ഉം 10ഉം തമ്മിൽ ചേർച്ചയില്ല. അപ്പോൾ അതും ജോഡികളല്ല. അപ്പോൾ ഇവിടെ ആൻസർ ബി ആണ് 2ഉം 3ഉം. 45 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനവുമായി വിശേഷിക്കപ്പെടുന്നത്? അത് ആൻസർ സി ആണ്, മിഷൻ സുദർശൻ ചക്ര. 46 വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ M. രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി. ആൻസർ എ ആണ്, മണക്കുളം അപ്പോൾ 46 വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ M. രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏത്? ആൻസർ എ ആണ്, കേരള ലളിതകലാ അക്കാദമി. 47 ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുമ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ സി, ഹർമൻപ്രീത് കൗർ. ക്വസ്റ്റ്യൻ ചെറിയ ഡൗട്ടുണ്ട്. 47 ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുമ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ സി, ഹർമൻപ്രീത് കൗർ. പ്രൊഫഷണൽ ആൻസർ കീയിൽ ഉത്തരം ആൻസർ സി, ഹർമൻപ്രീത് കൗർ. 48 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രൻ. എസ് ഹരീഷിൻ്റെ പ്രസിദ്ധമായ ബുക്ക് മീശ. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ കൃതിയാണ് മനുഷ്യനൊരു ആമുഖം. 49 ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചെന്ന് കരുതപ്പെടുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം. അപ്പം ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉത്ഭവിച്ച കലാരൂപമായിട്ട് കരുതപ്പെടുന്നത് ആൻസർ സി, മോഹിനിയാട്ടം. 50 ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ആൻസർ ബി ആണ്, മലയാള മിഷൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ആൻസർ ബി, മലയാളം മിഷൻ. ബാക്കിയൊക്കെ മാത്സ് ആണ്. 51ൻ്റെ ആൻസർ ബി ആണ്, 52 സി, 53 ഡി, 54 എ, 55 എ, 56 സി, 57 സി, 58 ഡി, 59 ബി, 60 ഡി. 61 ദ ട്രഷർ വാസ് ബറീഡ് ഡാഷ് ആൻഡ് ഓൾഡ് ഓക്ക് ട്രീ. ഇവിടെ ദ ട്രഷർ വാസ് ബറീഡ് ഡാഷ് ആൻഡ് ഓൾഡ് ഓക്ക് ട്രീ. അപ്പോൾ ഏതൊരു പഴയ ഓക്ക് മരത്തിൻ്റെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? നിധി. അപ്പോൾ ഇവിടെ അറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ അല്ലേ, അപ്പോൾ അറ്റ് വരില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ അടിയിലായിട്ടാണ് നിധി ഉള്ളത് എന്നല്ലേ വരിക. അപ്പോൾ ഇന്ന് ഉപയോഗിക്കുകയാണെങ്കിലോ മരത്തിൽ നിധി, മരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നിധി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അറ്റ് വരില്ല, ഇന്ന് വരില്ല. ബിനീത്ത് എന്ന് വെച്ചാൽ അണ്ടർ ഓർ അറ്റ് ലോവർ ലെവൽ, അതായത് മരത്തിൻ്റെ താഴെയായിട്ട്, മരത്തിൻ്റെ അടിയിലായിട്ട്. അതാണ് ശരിയായ ഉത്തരം,
ആൻസർ സി ആണ് ബിനീത്ത്. ഓൺ മരത്തിന് മുകളിൽ നിന്നും വരില്ല. അപ്പോൾ ദ ട്രഷർ വാസ് ബറീഡ് കുഴിച്ചിടുകയായി ചെയ്തത്. കുഴിച്ചിടണമെങ്കിൽ മരത്തിൻ്റെ അടിയിലല്ലേ കുഴിച്ചിടാൻ പറ്റും. അറ്റും വരില്ല, ഇന്നും വരില്ല, ഓണും വരില്ല. അറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ലൊക്കേഷനാണ്. ഇന്നെന്ന് വെച്ചാൽ മരത്തിൽ നിന്നുള്ള രീതിയിലാണ് വരിക. ഓൺ എന്ന് വെച്ചാൽ മരത്തിൻ്റെ മേലെയും. അപ്പോൾ ബിനീത്ത് എന്ന് വെച്ചാൽ ഡയറക്ട്ലി അണ്ടർ ഓർ അറ്റ് ലോവർ ലെവൽ. 62 ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ഡാഷ്. ഇവിടെ ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ്. ഫ്യൂ എന്ന് വെച്ചാൽ നെഗറ്റീവാണ്. അപ്പോൾ ഫ്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വേർഡ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എയും സിയും നെഗറ്റീവ് ക്വസ്റ്റ്യൻ വേർഡാണുള്ളത്. അപ്പോൾ അത് രണ്ടും വരില്ല. പോസിറ്റീവ് ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഹാഡ് ദേ ഉണ്ട്, ഡിഡ് ദേ ഉണ്ട്. അപ്പോൾ ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇവിടെ വെർബ് അണ്ടർസ്റ്റുഡ് ആണ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റാണ് അണ്ടർസ്റ്റുഡ്. അതായത് അണ്ടർസ്റ്റാൻഡ് ഡിഡ് പ്ലസ് അണ്ടർസ്റ്റാൻഡ് ആണ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇവിടെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഡിഡ് ആണ്. അപ്പോൾ ഡിഡ് വെച്ചിട്ട് വേണം നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് സ്റ്റാർട്ട് ചെയ്യാൻ. അതും പോസിറ്റീവും ആയിരിക്കണം. അപ്പോൾ ആൻസർ ഡി ആണ്, ഡിഡ് ദേ. അണ്ടർസ്റ്റുഡ് ഈസ് ദ സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ 63. ഹി ഡാഷ് ദ ഡോക്യുമെൻറ്റ് ബിഫോർ സൈനിങ്. അപ്പോൾ അവൻ എന്ത് ചെയ്ത് ആ ഡോക്യുമെൻറ്റ് ഒപ്പിടുന്നതിന് മുന്നേ മൊത്തത്തിലൊന്ന് നോക്കി. അതാണ് ആൻസർ എ. ലുക്ക്ഡ് ഓവർ. ലുക്ക്ഡ് ഓവർ എന്ന് വെച്ചാൽ ലുക്ക് ഓവർ എന്ന് വെച്ചാൽ ടു എക്സാമിൻ ഓർ ഇൻസ്പെക്ട് സംതിങ് ക്വിക്ക്ലി. ഒന്ന് പെട്ടെന്ന് നമ്മളൊന്ന് നിരീക്ഷിക്കുന്നതിനെയാണ് ലുക്ക് ഓവർ. ഒരാൾ ഒപ്പിടുന്നതിന് മുന്നേ ആ ഡോക്യുമെൻ്റ് ഒന്ന് മൊത്തത്തിൽ നോക്കുമല്ലോ, അതാണ് ലുക്ക് ഓവർ. ഇനി ഓപ്ഷൻ ബി ലുക്ക് ഔട്ട്. ലുക്ക് ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ വാർണിംഗ് ആണ്. അതായത് ലുക്ക് ഔട്ട് നോട്ടീസ്, അതായത് ശ്രദ്ധിക്കുക, കെയർഫുൾ ആയിരിക്കുക, വാർണിംഗ് ഒക്കെ കൊടുക്കുന്നതിനാണ് ലുക്ക് ഔട്ട് എന്ന് പറയുക. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ പരിചരിക്കുന്നത്. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ ടു ടേക്ക് കെയർ ഓഫ്. നമ്മൾ ഒരാൾ പാരൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലുക്ക് ആഫ്റ്റർ ചെയ്യണം, പരിചരിക്കണം. ടു ടേക്ക് കെയർ ഓഫ്. ലുക്കപ്പ് എന്ന് വെച്ചാൽ എന്താ, ഡിക്ഷണറിയിലൊക്കെ വേർഡ്സ് തപ്പുന്നതിനെയാണ് നമ്മൾ ലുക്കപ്പ് എന്ന് പറയുക. ലുക്കപ്പ് ടു സെർച്ച് ഫോർ ആൻ ഇൻഫർമേഷൻ ഇൻ എ ബുക്ക് ഓർ ലിസ്റ്റ്. ഹീ മെയ്ഡ് എ ഡാഷ് ടാക്കിംഗ് ടു ഹിസ് ഫ്രണ്ട് ലൗഡ്ലി ഡ്യൂറിങ് ദ സെറോമണി. അപ്പോൾ ഹീ മെയ്ഡ് എ ഡാഷ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട് ലൗഡ്ലി ഡ്യൂറിങ് സെറോമണി. അവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ഫോക്സ് പാസ് എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ ബ്ലണ്ടർ ഓർ എംബറാസിങ് മിസ്റ്റേക്ക്, വളരെ അബദ്ധം കാണിക്കുന്നതിനാണ് നമ്മൾ ഫോക്സ് പാസ് എന്ന് പറയുക. ഫോക്സ് പാസ് അതായത് പൊട്ടത്തരം വിളിച്ച് പറയുക. ഫോക്സ് പാസ്, സോഷ്യൽ ബ്ലണ്ടർ ഓർ എംബറാസിങ് മിസ്റ്റേക്ക്. ഓപ്ഷൻ സി ഡേജാവു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് നടക്കുന്ന കാര്യം നമ്മൾ മുന്നേ ഇപ്പോൾ കണ്ടു എന്നൊക്കെ തോന്നൂലേ, അതാണ് ഡേജാവു. ഫീലിംഗ് ഓഫ് ഹാവിങ് സീൻ സംതിങ് ബിഫോർ ഹാവിങ് സീൻ സംതിങ് ബിഫോർ. അതായത് ഡേജാവു എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യം നമ്മൾ മുന്നേ നമ്മൾ അറിഞ്ഞു എന്നുള്ളൊരു ഫീലിങ്സ് വരുന്നതിനെയാണ് ഡേജാവു. ബോൺ വോയേജ് എന്ന് വെച്ചാൽ ഗുഡ് ഫെയ്ത്ത്, ഫെയർവെൽ വിഷ് ഒക്കെയാണ് ബോൺ വോയേജ്. 65. ദ ടീച്ചർ മെയ്ഡ് ദം റൈറ്റ് ആൻ എസ്സേ ക്യാൻ ബി റീഫ്രെയിംഡ് ആസ്. ദ ടീച്ചർ മെയ്ഡ് ദം റൈറ്റ് ആൻ എസ്സേ. ഇത് നമുക്ക് റിപ്പോർട്ടഡ് കൺവേർട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദ വേർ മെയ്ഡ് ടു റൈറ്റ് ആൻ എസ്സേ. അപ്പോൾ ദ ടീച്ചർ മെയ്ഡ് ദം റൈറ്റ് ആൻ എസ്സേ. ഇവിടെ ദമ്മ് വെച്ചിട്ട് തുടങ്ങുമ്പോൾ ദേ വേർ മെയ്ഡ് ടു റൈറ്റ് ആൻ എസ്സേ ആയി. 66. ബിറ്റ്വീൻ യു ആൻഡ് ഡാഷ് ദിസ് പ്ലാൻ മൈറ്റ് ഫെയിൽ. അതായത് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾക്കിടയിലല്ലേ പറയുക. അപ്പോൾ ഇവിടെ ആൻസറിൽ അസും വരില്ല, ദമ്മും വരില്ല. കാരണം അത് കുറേ ആൾക്കാരല്ലേ അസും ദമ്മും പറയുമ്പോൾ. അപ്പോൾ ബിറ്റ്വീൻ യു ആൻഡ് ഐ ഓർ മീ എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. അപ്പോൾ ഐ ഓർ മീ എന്ന് എടുക്കുമ്പോൾ എന്താ പറയുക, ആഫ്റ്റർ എ പ്രൊപ്പോസിഷൻ ലൈക്ക് ബിറ്റ്വീൻ യൂസ് ദ ഒബ്ജക്റ്റീവ് കേസ്. അതായത് ബിറ്റ്വീൻ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബിറ്റ്വീൻ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് കേസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് ഐയുടെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മീ, ഹീയുടെ ഹിമ്മ്, ഷീയുടെ ഹെർ, അങ്ങനെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സാധനം വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതായത് ബിറ്റ്വീൻ യു ആൻഡ് മീ വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ബിറ്റ്വീൻ യു ആൻഡ് ഹിസ്, ബിറ്റ്വീൻ യു ആൻഡ് ഹെർ, അങ്ങനെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള വേണം ഉപയോഗിക്കാൻ. നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഐ പോലുള്ള ഐ ഈസ് എ സബ്ജക്റ്റീവ് പ്രോനൗൺ, അതായത് സബ്ജക്റ്റ് പ്രോനൗൺ ഉപയോഗിക്കാൻ പാടില്ല, ഒബ്ജക്റ്റ് പ്രോനൗണേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ബിറ്റ്വീൻ യു ആൻഡ് മീ ആണ് കറക്റ്റ് ഓപ്ഷൻ.
67 യു ഡാഷ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺ കെയർഫുള്ളി. അപ്പോൾ ഇവിടെ യു ഡാഷ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺ കെയർഫുള്ളി. അതായത് ഇവിടെ ഈഫ് ക്ലോസ് ആണ്. ഈഫ് ക്ലോസിൻ്റെ തന്നെ കണ്ടീഷൻ 3 ആണ്. അതായത് ഇഫ് യു ഹാഡ് ലിസൺ കെയർഫുള്ളി യു ഡാഷ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ. അപ്പോൾ ഇവിടെ ഈഫിൽ ഹാഡ് വന്നാൽ, ഹാഡ് പ്ലസ് V3 വന്നാൽ, ഈഫിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ നമ്മുടെ ഈഫ് കഴിഞ്ഞിട്ടുള്ള ഭാഗമില്ലേ, ഈഫിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ ഈഫ് കഴിഞ്ഞിട്ടുള്ള ഭാഗം അല്ലെ മറ്റേ ഭാഗത്തിൽ എന്ത് വരും? വുഡ് ഹാവ് പ്ലസ് V3 വരും. അത് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്താൽ മതി. അതായത് ഈഫ് സൈഡിൽ ഹാഡ് ഉണ്ടെങ്കിൽ ഒതർ സൈഡിൽ എന്ത് ചെയ്യും? വുഡ് ഹാവ് വരും. അപ്പോൾ ഈഫ് സൈഡിൽ ഹാവ് ഉണ്ടെങ്കിൽ ഒതർ സൈഡിൽ വുഡ് ഹാവ് വരും. അപ്പോൾ ആൻസർ എ ആണ്. യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺ കെയർഫുള്ളി. 68 ഹി ബോട്ട് ഡാഷ് ടോയ് ഫോർ ഹിസ് സൺ. ഇവിടെ എന്താ പറയുക, UFOൻ്റെ മുന്നിൽ എയോ ആനോ ദായോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ UFOയിൽ യു എന്ന് പറയുന്നത് വവ്വലാണെങ്കിലും ഒരു വവ്വലാണെങ്കിലും ഇവിടെ UFO ഉച്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് YOO എന്നുള്ള സൗണ്ടാണ്. വൈ എന്ന് പറയുന്നത് എന്താ? ഒരു വവ്വലല്ല, ഒരു കോൺസണൻ്റ് ആണ്. അപ്പോൾ കോൺസണൻ്റ് നമ്മളെപ്പോഴും എ ആൻഡ് ദ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പെല്ലിംഗ് അല്ല നോക്കേണ്ടത്, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവർ കോൺസണൻ്റ് ആണോ അല്ലെങ്കിൽ വവ്വലാണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ UFO എന്നുള്ളതിൽ യു എന്ന് പറയുന്നത് YOO എന്ന സൗണ്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ വൈ ഒരു കോൺസണൻ്റ് ആയതുകൊണ്ട് തന്നെ എ ആണ് UFOൻ്റെ മുന്നിൽ വരുന്നത്. അതായത് യൂണിഫോം, യൂണിവേഴ്സിറ്റി, UFO ഓൾ സ്റ്റാർട്ട് വിത്ത് സൗണ്ട് YOO. അതുകൊണ്ട് തന്നെ നമ്മൾ എ ആണ് ഇവരെയൊക്കെ മുന്നിൽ ഉപയോഗിക്കുക. 69ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബൈക്കേഴ്സ് ഹാഡ് എ മൂൺലിറ്റ് ഡാഷ് ബൈ ദ റിവർ സൈഡ്. ദ ബൈക്കേഴ്സ് ഹാസ് എ മൂൺലിറ്റ് ഡാഷ് ബൈ ദ റിവർ സൈഡ്. ആൻസർ ഡി ആണ്. റൺ ഡസ് വാസ് മീൻസ് എ മീറ്റിംഗ് അറ്റ് ആൻ അഗ്രീഡ് ടൈം ആൻഡ് പ്ലേസ്. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിംഗ് ആണ് ഇവിടെ പഠിക്കേണ്ടത്. ഇവിടെ ചോദിച്ചത് സ്പെല്ലിംഗ് ആണ്. അപ്പോൾ റൺ ഡസ് വാസ്, അപ്പോൾ RENDEZVOUS റൺ ഡസ് വാസ് മീൻസ് എ മീറ്റിംഗ് അറ്റ് ആൻ അഗ്രീഡ് ടൈം ആൻഡ് പ്ലേസ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഡിസൈനർ ഡ്രസ് കോസ്റ്റ് ഹെർ ആൻ ആം ആൻഡ് എ ലെഗ്. അതായത് ഒരു കൈയുടെയും കാലിൻ്റെയും വില അതെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ ആ ഇഡിയത്തിൻ്റെ മീനിങ് ആൻസർ ബി ആണ്. ദ ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി എന്ന് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ആൻ ആം ആൻഡ് എ ലെഗ്. കോസ്റ്റ് ഓഫ് ആം ആൻഡ് ലെഗ് എന്ന് വെച്ചാൽ വളരെ വിലയുള്ളതാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ദ ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി. 71 താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ആൻസർ ഡി ആണ്. വിഡിത്തത്തിന് ചൊറയില്ലാത്ത ഡായുണ്ട്, ചൊറയുള്ള ഡായുണ്ട്. ചൊറയുള്ള ഡാ താഴെയാണ്. അപ്പോൾ വിഡിത്തം ആദ്യം ചൊറയില്ലാത്ത ഡാ, ശേഷം ചൊറയുള്ള ഡാ, വിഡിത്തം. വില്ല് എന്നർത്ഥം വരാത്ത പദം. ചാപം, കാർമുകം, കോദണ്ഡം ഒക്കെ വില്ലാണ്. അമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആരോ ആണ്. ആരോ ഇടുന്ന സാധനമാണ് വില്ല് വെച്ചിട്ടാണ് നമ്മൾ അമ്പ് വിടുക. അപ്പോൾ വില്ലിൻ്റെ പര്യായങ്ങളാണ് ചാപം, കാർമുകം, കോദണ്ഡം. അമ്പ് വില്ലിൻ്റെ പര്യായമല്ല. അമ്പ് എന്ന് വെച്ചാൽ ആരോ. 73 ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതം കൃപണൻ. ഉദാരൻ വിപരീതം കൃപണൻ. പെരുമ്പറ പിരിച്ചെഴുതുമ്പോൾ പെരും പ്ലസ് പറയാണ് പെരുംപ്ലസ് പറ. കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗം കർത്തൃ. താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം. ആൻസർ സി ആണ്. മിടുക്കർ. ബട്ടർ, മാരാർ, തട്ടാറൊക്കെ പൂച്ചക ബഹുവചനാണ്. ഇത് യഥാർത്ഥത്തിൽ ബഹുവചനമല്ല. അവരെ നമ്മൾ ബഹുമാനപൂർവ്വം നമ്മൾക്ക് ബഹുവചന പ്രത്യയം ചേർത്തിട്ട് വിളിക്കുന്നതാണ്. ബട്ടർ, മാരാർ, തട്ടാർ. 77 അഞ്ചാറ് എന്ന പദത്തെ ഘടകങ്ങളാക്കുമ്പോൾ അഞ്ചാറെന്ന് വെച്ചാൽ നമുക്ക് എന്താ? 5 6 അല്ലെ അഞ്ചാറ് മുന്തിരി എന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകിൽ 5 കിട്ടും അല്ലെ 6 കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ. ബി എന്ന് പറയുമ്പോൾ 5 6, അതായത് 5 കിട്ടും 6 കിട്ടും എന്നുള്ള മീനിങ് അല്ലല്ലോ അഞ്ചാറിന്. 5 കിട്ടും അല്ലെങ്കിൽ 6 കിട്ടും. അങ്ങനെയാണ് നമ്മളത് നോക്കേണ്ടത്. അപ്പോൾ ആൻസർ എ ആണ്. 5 6 ഏതെങ്കിലും ഒന്ന് എന്നുള്ള രീതിയിൽ. അപ്പോൾ 78 വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം. വയറ്റത്തടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ അർത്ഥം കിട്ടും? ഗതി മുട്ടിക്കുക, ദുഃഖിപ്പിക്കുക, കഷ്ടപ്പെടുത്തുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. സന്തോഷിപ്പിക്കുക എന്നത് ഇതിൻ്റെ അർത്ഥമല്ല. അപ്പോൾ ആൻസർ ഡി ആണ്.
അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം. ഇനി 79 പുത്രൻ്റെ ഭാര്യ സ്നൂഷ. സ്നൂഷിയാണ് പുത്രൻ്റെ ഭാര്യ സ്നൂഷ. ഓക്കെ, അപ്പോൾ ദൗഹിത്രിയോ പുത്രിയുടെ പുത്രീനെയല്ലേ നമ്മൾ ദൗഹിത്രി എന്ന് പറയാം. പുത്രൻ്റെ പുത്രി പൗത്രി, ധാത്രി നമ്മൾ ഭൂമി അതൊക്കെയല്ലേ ധാത്രി. 80 ടു റൂട്ട് ഔട്ട്. ധാത്രി നെല്ലിക്കും ഉണ്ടല്ലേ, നെല്ലിക്കും. ടു റൂട്ട് ഔട്ട് എന്ന ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ആൻസർ സി ആണ്, ഉന്മൂലനം ചെയ്യുക. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഉന്മൂലനം ചെയ്യുക, വേരോടെ പിഴുതുകളയുക, അതായത് ഉന്മൂലനം ചെയ്യുക, ടു റൂട്ട് ഔട്ട്. 81 കേരള അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതൊക്കെ? 1, 2, 3 ശരി. അബ്കാരി എന്നത് പേർഷ്യൻ ഭാഷയിലെ ഒരു പദമാണ്. അബ്കാരി നിയമപ്രകാരം പ്രായപൂർത്തിയായ ഒരാൾക്ക് 3 ലിറ്റർ വിദേശ മദ്യം കൈവശം വെക്കാവുന്നതാണ്. കേരളത്തിൽ മദ്യോപയോഗം അനുവദിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 23 വയസ്സാണ്. 82 വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1, 3, 4 ശരി. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ കേരള ഗവൺമെൻറ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിമുക്തി മിഷൻ. വിമുക്തി മിഷൻ നേതൃത്വം നൽകുന്നത് കേരള എക്സൈസ് വകുപ്പാണ്. ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ ചികിത്സയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും തിരികെ കൊണ്ടുവരിക, നവതലമുറ ലഹരിക്കണിയിൽ വീഴാതെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപീകരിക്കപ്പെട്ട മിഷനാണ് വിമുക്തി മിഷൻ. 83 ശരി. കേരള അബ്കാരി ആക്ട് പ്രകാരം കേരളത്തിൽ ഡ്രൈ ഡേ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ 1, 2, 4 ശ്രീനാരായണ ഗുരു ജയന്തി കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. രക്തസാക്ഷി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ശ്രീനാരായണ ഗുരു സമാധിയും കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. 84 NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നതിൽ പ്രസ്താവന നോക്കുക. ആൻസർ 2, 3, 4 എന്നിവ മാത്രം ശരി. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ നേടിയ അനധികൃത സമ്പത്ത് കണ്ടുകെട്ടുന്നതിനുള്ള അധികാരമേൽ നിയമത്തിലുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മേൽ നിയമപ്രകാരം കുറ്റകരമാണ്. വധശിക്ഷ നൽകാവുന്ന വകുപ്പുകൾ മേൽ നിയമപ്രകാരം നിലവിലുണ്ട്. NDPS നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദേഹപരിശോധന നടത്തുന്നതിന് ഗസ്റ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന പരിശോധിക്കുക. 1, 2, 4 മാത്രമാണ് ശരി. പോലീസ് വകുപ്പിലെ ഗസ്റ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. എക്സൈസ് വകുപ്പിലെ ഗസ്റ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. റവന്യൂ വകുപ്പിലെ തഹസിൽദാർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. 86 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? 3 മാത്രമാണ് ശരി. ഡിസ്റ്റിലറികളിൽ ഉപയോഗിക്കപ്പെടുന്ന മദ്യം നേരിട്ട് KSBCയുടെ FL9 ഷോപ്പിലേക്ക് എത്തിക്കാവുന്നതാണ്. 87 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? 3 മാത്രമാണ് ശരി. സ്പിരിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൊളാസിസിന് ഇരുണ്ട തവിട്ട് നിറം ആണ്. 88 1968 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായതേത്? ആൻസർ എ ആണ്. മേൽ പറഞ്ഞവയൊക്കെ ശരിയാണ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് മെഥനോൾ ചേർക്കാറുണ്ട്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് ബെൻസിൻ ചേർക്കാനുണ്ട്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് പൈരിഡിൻ ചേർക്കാറുണ്ട്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ മാറ്റുന്നതിന് അസറ്റോൺ ചേർക്കാറുണ്ട്. 89 കേരള അബ്കാരി നിയമപ്രകാരം കുറ്റകരമായ പ്രസ്താവന ഏതൊക്കെ? ആൻസർ എ ആണ്. മേൽപ്പറഞ്ഞവയൊക്കെ ശരിയാണ്. പൊതു സ്ഥലത്ത് മദ്യപിക്കുന്നത് കുറ്റകരമാണ്. 21 വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തികൾ മദ്യം വിൽപ്പന നടത്തുന്നത് കുറ്റകരമാണ്. 21 വയസ്സ് പ്രായമുള്ള വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ആവശ്യത്തിന് തെങ്ങ് ചെത്തി കള്ള് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. 90 കേരളത്തിൽ വിൽക്കുന്ന ബിയറിൻ്റെയും വൈനിൻ്റെയും കുറഞ്ഞതും കൂടുതലുമായ ആൽക്കഹോൾ വീര്യം യഥാക്രമം എത്ര? ആൻസർ എ ആണ്. 0% മുതൽ 60% വരെയും 8% മുതൽ 15.5% വരെയും. 91 കേരളത്തിൽ 23 വയസ്സുള്ള ഒരാൾക്ക് ജിൻ മദ്യത്തിൻ്റെ ആൽക്കഹോൾ വീര്യം കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവ്? ആൻസർ എ ആണ്. 65 ഡിഗ്രി P ആൻഡ് 3 ലിറ്റർ. 92 പരമാവധി 12 മണിക്കൂർ പ്രവർത്തന സമയമുള്ള ടോഡി ഷോപ്പുകളിലും FL1 ഷോപ്പുകളിലും പ്രവർത്തിക്കുന്ന സമയപരിധി യഥാക്രമം? ആൻസർ എ ആണ്. രാവിലെ 8 മണി മുതൽ 10 വരെയും രാവിലെ 9 മുതൽ 11 വരെയും. 93 പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ പ്രായപരിധി? ആൻസർ എ ആണ്. 18. 94 സിഗരറ്റ് പാക്കുകളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന COTP നിയമത്തിലെ വകുപ്പ്? ആൻസർ സി 7. 95 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 100 യാർഡ് ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം? ആൻസർ സി 6B.
96 ലഹരി മദ്യങ്ങളുടെ നിരോധനം ഏത് പട്ടികയിലുള്ള വിഷയമാണ്? ആൻസർ എ ആണ് സംസ്ഥാന പട്ടിക. 97 വിമുക്തി മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആര്? ആൻസർ ബി എക്സൈസ് അഡീഷണൽ കമ്മീഷണർ. 98 ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാണ്? ആൻസർ എ ആണ് നശാമുക്ത് ഭാരത്. 99 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 65 പ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം ഏതാണ്? ആൻസർ സി ആണ് അറിവും ഉദ്ദേശവും, നോളജ് ആൻഡ് ഇൻറ്റൻഷൻ. സെക്ഷൻ 65 ഡീൽസ് വിത്ത് ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് 65 എന്ന് പറയുന്നത്. ആ 65-ൽ മാനസിക ഘടകം വേണ്ടത് അറിവും ഉദ്ദേശവും. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 72 പ്രകാരം IT ആക്ട് ഓർ ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനാണ് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 72 പ്രകാരം പ്രധാനമായും ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ വിഭാഗം ഏത്? ആൻസർ ബി ആണ് IT ആക്ട് ഓർ ചട്ടം പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ. സെക്ഷൻ 72 ഡീൽസ് വിത്ത് പെനാൽറ്റി ഫോർ ബ്രേക്ക് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. This section specifically applies to any person who is in pursuance of any of the power conferred under this act, rules or regulation, has secured access to any electronic record, book, register, correspondence, information, document or other material. If such a person discloses that information to any other person without the consent of a person concerned, they are committing a breach of confidentiality. Thank you all.